ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ഗീതുവിനെ ട്രാപ്പിലാക്കാൻ നോക്കിയ കിഷോറിന് വലിയൊരു മണ്ടത്തരം തന്നെയാണ് പറ്റുന്നത്. ആ മണ്ടത്തരം പറ്റി ഞെട്ടി നിൽക്കുന്ന നമ്മുടെ കിഷോർ നമ്മുടെ ഗീതുവിനെ കാണിച്ചു കൊടുത്ത കിഷോർ കാണുന്ന കാഴ്ച നമ്മുടെ അവർണികേനെയാണ്. അങ്ങനെ അവർണിക വന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മുടെ കിഷോർ കാണുന്നത്. അങ്ങനെ കിഷോർ പതുക്കെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചതും ഒരൊറ്റ അടിയായിരുന്നു നമ്മുടെ കിഷോറിനിട്ട് അവർണിക. ഈ ഒരു അടി അടിച്ചതും നമ്മുടെ കിഷോറിൻ്റെ കിളി പറന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയായി പോയിട്ടോ. പുറകിൽ നിന്ന് നമ്മുടെ ഗോവിന്ദൻ നന്നായിട്ട് അങ്ങ് ചിരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവർണിക പറഞ്ഞു, നീ പ്രവർത്തിച്ചതും പറഞ്ഞതൊക്കെ ഞങ്ങളങ്ങ് തൊണ്ട തൊടാതെ മിഴുങ്ങിയെന്നാണോ നീ ഓർത്തതെന്ന് ചോദിച്ചു. ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ. ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഒന്ന് നോക്കി കിഷോറിനെ, എന്നിട്ട് പറഞ്ഞു, അതേടാ, ഇത് നീ ഗീതുവിനെ കുരുക്കാൻ നോക്കിയ വലയല്ലേ? പക്ഷേ ഇത് ആ വലയല്ല, ഇത് കെണിയാ, ഒന്നൊന്നര കെണി. ഞങ്ങൾ നിന്നെ കുരുക്കാൻ വെച്ച ഒന്നൊന്നര കെണി. ആ കെണിയിൽ എൻ്റെ കിഷോറെ നീ വീണു. നിനക്കിനി സുഖമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർണിക, എടാ നീ എങ്ങനെയാണ് ഇത്രയും വലിയ ചതിയനായി പോയത്? നിനക്ക് ഈ ലോകത്തെ ജീവിക്കാനുള്ള യോഗ്യത പോലുമില്ല. അത്രയ്ക്ക് വലിയ ചതിയനാ നീ. അത്രയ്ക്ക് വലിയ ചതിയാ നീ ഓരോ പെണ്ണുങ്ങളോടും ചെയ്യുന്നത്. നിന്നെ ഈ ലോകത്തിന് ഇനി വേണ്ട എന്ന് പറഞ്ഞു. കിഷോർ വലിയ ദേഷ്യത്തിൽ തന്നെ നിൽക്കുക. കിഷോറിനെ അറിയാമല്ലോ, കിഷോറിൻ്റെ ദേഷ്യമൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ പറഞ്ഞു, എല്ലാവരും കൂടെ ചേർന്ന എന്നെ ചതിയനാക്കിയത്. ആ കൂടെ നീയും ചേർന്നു. എന്നെ ചതിയനാക്കിയിട്ടും ട്രാപ്പിലാക്കിയിട്ടും ആരും ഇവിടുന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച 2 പെൺകുട്ടികളുടെ ശാപം ഉണ്ടല്ലോ, അത് നിന്നെ വിട്ടു മാറില്ലടാ. അത് നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർണിക പറഞ്ഞു, നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതെന്താണെന്ന് നീ കണ്ടോടാ. നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനി എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്? പിന്നെ നീ മനഃപൂർവ്വം ഗീതാഞ്ജലിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയില്ലേ, അതിന് നീ പരസ്യമായിട്ട് മാപ്പ് പറയണം. അതാ നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു, നിൻ്റെ എല്ലാ കളികളും തീർന്നടാ. അതിബുദ്ധി കാട്ടി നീ നശിപ്പിച്ചത് നിൻ്റെ ജീവിതം തന്നെയാണ്. അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നിനക്കുള്ള ശിക്ഷ ഞങ്ങൾ തീരുമാനിക്കും. അത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ വിധി എഴുതും. അത് നീ ഓർത്തോ. ഇനി നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദനിട്ട് ഒരൊറ്റ ചവിട്ടിയിട്ട് കയ്യിലിരുന്ന തോക്കെടുത്ത് നമ്മുടെ ഗോവിന്ദനെ ഇങ്ങനെ നേരെ ചൂണ്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർണിക ഒന്ന് പേടിച്ചു പോയിട്ടോ. എന്നിട്ട് നമ്മുടെ കിഷോർ പറഞ്ഞു, നീ എന്താ വിചാരിച്ചത്? എല്ലാവരും കൂടെ എന്നെ അങ്ങോട്ട് ഉണ്ടാക്കുന്ന എനിക്കൊന്ന് കാണണം. ഈ കിഷോറിൻ്റെ ദേഹത്ത് ഒരുത്തരി മണ്ണിടാൻ നിങ്ങൾക്ക് പറ്റില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. എൻ്റെ നേർക്ക് വന്നാൽ നിന്നെ ഞാൻ കൊന്നു കളയൂടാ എന്ന് ഗോവിന്ദനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ 2 മാത്രമല്ല, അവളെ എനിക്ക് കിട്ടണം. അവളെ ഗീതുവിനെയും കൂടെ കിട്ടി 3നെയും ഒരുമിച്ച് എനിക്ക് കൊല്ലണം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അടുത്ത് ചെന്നിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഇതേ സമയമാണ് വെളിയിൽ നമ്മുടെ സുവർണയും കിഷോറും ഉണ്ട്. അപ്പം സുവർണ പറഞ്ഞു, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഗീതുവിനെ ഇവിടെ വെച്ചങ്ങാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുഴപ്പമാവില്ല സുവർണ. അല്ല, എങ്ങനെ അകത്ത് കിടക്ക് നമ്മൾ വാതിൽ ചവിട്ടി പൊളിക്കാം, അതല്ലാതെ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കിഷോർ അല്ല കേട്ടോ, വരുണ് മാറിപ്പോയെന്ന് തോന്നല്ലേ. വരുൺ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നീ മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വാതിലിട്ട് ഒറ്റ ചവിട്ട് കൊടുത്തിലും വാതിൽ തുറന്ന് നമ്മുടെ വരുൺ ചെന്ന് വീണു കേട്ടോ. വരുൺ ചെന്ന് വീണതും അറിയാലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അവിടെ ജസ്റ്റ് നോക്കിയിട്ട് ആരും കാണുന്നില്ല. അതുമല്ല, ആ വാതിൽ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെന്ന് വീണത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗീതു ഓടി വന്നിട്ട്, വരുണേട്ട എന്നെ രക്ഷിക്കണം, കിഷോർ എന്നെ നശിപ്പിക്കും, വരുണേട്ട എന്നെ രക്ഷിക്കണം, വരുണേട്ട പ്ലീസ് വരുണേട്ട, അവനെ മുകളിലുണ്ട്, അവന് എൻ്റെ മാനം കവർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അഭിനയമാട്ടോ നമ്മുടെ ഗീതു. അപ്പോഴത്തേക്കും നമ്മുടെ വരുണ്, ഓഹോ, നിന്നെയും അവനെയും ഒരുമിച്ച് പിടിക്കുന്നതായപ്പോഴത്തേക്കും നീ അഭിനയിക്കുകയാണല്ലേ? അയ്യോ, എന്നെ വിശ്വസിക്കണം, കിഷോർ അതിക്രമിച്ച് വന്നതാ. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. ഇനി 2 പേരും കൂടി വരാനുണ്ട്, ഗോവിന്ദേട്ടനും അമ്മയും. അവരും കൂടെ അവർ 2 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 2ൻ്റെ കാര്യത്തിന് തീരുമാനമാകും. അയ്യോ, അവരെ ഒന്നും അറിയിക്കരുത്
പ്ലീസ് വരുണേട്ടാ വരുണേട്ടാ പ്ലീസ് അവരോടൊന്നും പറയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വരുൺ പറഞ്ഞു, സുവർണ ദേ നീ ആ വാതിലടയ്ക്കുക, അല്ലെങ്കിലേ ദേ ഇവൾ ഓടി രക്ഷപ്പെടും. അയ്യോ അടയ്ക്കല്ലേ വരുണേട്ടാ, പ്ലീസ് വരുണേട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ കെഞ്ചുവാണ് കേട്ടോ. ഗീതുവിൻ്റെ അഭിനയമൊക്കെ സൂപ്പറാണ്. എന്നിട്ട് പറഞ്ഞു പ്ലീസ് വരുണേട്ടാ ദേ ഇതൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മുടെ കിഷോറിനെ തന്നെയാണ്. കിഷോർ തോക്കും ചൂണ്ടി നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, എടാ ദേ നീ മാപ്പ് ചോദിച്ചാലേ നിന്റെ ജീവൻ രക്ഷപ്പെടും, പക്ഷെ നീ ഇപ്പോൾ ഈ കാണിക്കുന്നത് വലിയ അബദ്ധമാണെന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കിഷോർ പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറയാം, ഗീതുവിനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അത് ഇവളെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണികേനെ പിടിച്ച് ഇങ്ങനെ നീക്കിയിട്ട് നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടി. ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദൻ്റെ കിളി പോയി എന്ന് പറയാം. അപ്പോഴാണ് നമ്മുടെ അവർണിക അതിബുദ്ധി ബുദ്ധി കാണിച്ചോ എന്നൊന്നും അറിയാൻ പറ്റില്ല, ഏതായാലും ബുദ്ധി തന്നെയാണ്. പെട്ടെന്ന് നമ്മുടെ കിഷോറിൻ്റെ ശ്രദ്ധ മാറിയതും ആ തോക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ച് ലാസ്റ്റ് അതൊരു അതിബുദ്ധിയായിട്ട് തന്നെ മാറി. കാരണം വേറൊന്നുമല്ല, പിടിച്ചു വലിച്ചു. നമ്മുടെ കിഷോറിൻ്റെ ആ ഒരു ബലത്തിൽ അവർണികയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും ആ ഒരു തോക്ക് നമ്മുടെ കിഷോറിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പറഞ്ഞു, അതെ ദേ നീ എന്താ പറഞ്ഞത്, ഇപ്പം എന്നെ കൊന്നു കളയുന്നോ? അതെ നീ എൻ്റെ ഭാര്യ. ഏതായാലും വേണ്ട, ഇനിയിപ്പോൾ പുതിയ വാർത്തകൾ വരണം. എന്താണെന്നോ, ഭർത്താവ് അവിഹിതം കണ്ടുപിടിച്ചു. അവർണികയും ഗോവിന്ദും അറക്കൽ തറവാട്ടിലെ ഗോവിന്ദും തമ്മിലുള്ള രഹസ്യബന്ധം കണ്ടുപിടിച്ചിട്ട് ഭർത്താവ് രണ്ടിനെയും കൊന്നു. അതായിരിക്കും ഇനി വരുന്ന വാർത്ത. ഇനി ഗീതുവിനെ അവളെ ഞാൻ കൊന്നോളാം, നിങ്ങളുടെ 3 പേരുടെ ജീവിതം ഇന്ന് അവസാനിച്ചൊന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആ തോക്കിൽ പിടിച്ചിങ്ങനെ വലിക്കാൻ തുടങ്ങിയതും ഒരൊറ്റ ചവിട്ടായിരുന്നു. ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ അജാസ് വന്ന് ഒരൊറ്റ ചവിട്ടിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു കുളിര് കോരിപ്പോവും. കാരണം അതുപോലെയാണ് അജാസ് വരുന്നത്. ഏതായാലും വീണ്ടും അജാസ് വന്ന് ചവിട്ടിയെങ്കിലും ആ തോക്ക് നമ്മുടെ കിഷോറിൻ്റെ കയ്യിലുണ്ട്. ആ തോക്കിൽ ഇങ്ങനെ ചൂണ്ടി കിഷോർ വീണ്ടും പെട്ടെന്ന് എന്നാൽ പിന്നെ കൊന്നേക്കാന്ന് പറഞ്ഞ് വലിച്ചപ്പോഴത്തേക്കും അതിൽ ബുള്ളറ്റില്ല. വീണ്ടും ബഹുരസം. ആ ബുള്ളറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കിഷോറിന് അവരെ കൊല്ലാനും സാധിക്കില്ല. അങ്ങനെ കിഷോർ ബുള്ളറ്റ് വീണ്ടും വലിച്ചു. തോക്ക് കുലുക്കി നോക്കുന്നു, ചരിച്ചു നോക്കുന്നു. ഏതായാലും അതിൽ ബുള്ളറ്റ് ഇല്ലെന്ന് കിഷോറിന് മനസ്സിലായി. ഓടി ചെന്ന് നമ്മുടെ ഗോവിന്ദ് കിഷോറിൻ്റെ വയറിൻ്റെ ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കഴുത്തേൽ ഇങ്ങനെ പിടിച്ച് അമർത്തി കേട്ടോ. പിന്നെ അവിടെ അങ്ങോട്ട് അടിയുടെ മേളമായിരുന്നു. അജാസും ഉണ്ട്, നമ്മുടെ ഗോവിന്ദനും ഉണ്ട്. അങ്ങനെ അടിച്ച് നമ്മുടെ കിഷോറിനെ ഇഞ്ചം പരുവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും നമ്മുടെ കിഷോർ വെറുതെ അല്ല, ഇത് ഇരുന്ന് മേടിച്ച് തന്നെയാണ്. ഏതായാലും ആ ഒരു സീനാണ് നമ്മൾ ഇന്നത്തെ പ്രധാനമായിട്ട് ഹൈലൈറ്റിൽ കാണുന്നത്. വീണ്ടും ആ തോക്ക് നമ്മുടെ അവർണികയുടെ കയ്യിൽ കിട്ടുകയാണ്. അവർണിക വീണ്ടും ആ തോക്ക് എടുത്തു. ആ തോക്കിൻ്റെ ബുള്ളറ്റ് എവിടെ പോയി അവർണികയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഏതായാലും നമ്മുടെ അവർണിക ആ തോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു. ചുമ്മാ നമ്മുടെ അവർണിക ആ തോക്ക് നീട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു, ഇനി ഇവൻ ജീവിക്കണ്ട, നിൻ്റെ കൈ കൊണ്ട് തന്നെ ആകട്ടെ ഇവൻ്റെ മരണം എന്ന് പറഞ്ഞു. ഏതായാലും ആ തോക്കെടുത്ത് നമ്മുടെ അവർണികൊന്ന് നോക്കിയപ്പോഴത്തേക്കും, അയ്യോ ഇത് ഡാഡിയുടെ കയ്യിലിരുന്ന തോക്കല്ലേ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങൾ ഇത്രയും പേടിക്കുമായിരുന്നോ? ദേ ഞാനൊരു കാര്യം പറയട്ടെ, ദേ ഇതിൽ ബുള്ളറ്റ് ഇല്ല. ഗോവിന്ദ് സാർ, ഇതിൽ ബുള്ളറ്റേ ഇല്ലാത്ത തോക്ക. എൻ്റെ ഡാഡി വെറുതെ സേഫിന് ഇത് കൊണ്ട് നടക്കുന്നതാ, അല്ലാതെ ഇതിൽ ബുള്ളറ്റ് എന്ന് പറയുന്ന സാധനം വെച്ചോണ്ട് എൻ്റെ ഡാഡി നടക്കില്ലെന്ന് പറഞ്ഞു. വീണ്ടും നമ്മുടെ ഗോവിന്ദൻ, ബുള്ളറ്റ് ഇല്ലാത്ത തോക്കും കൊണ്ടാണോടാ ഞങ്ങളെ പേടിപ്പിക്കുന്നതെന്നും പറഞ്ഞ് വീണ്ടും തേറുതരാം അങ്ങോട്ടും ഇങ്ങോട്ടും കാരണക്കുറ്റിക്കിട്ട് അടി കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അവർണിക പറഞ്ഞു, നിന്റെ കള്ളത്തരം കണ്ട് നിന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി, നിന്റെ കള്ളത്തരം കണ്ടിട്ട് ഞങ്ങളെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഇതിലെ ബുള്ളറ്റ് മാറ്റിയത്. എനിക്കറിയായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്ന. നീയെ പഠിച്ച കള്ളൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അജാസ് കഴുത്തിന് ചെന്ന് പിടിച്ചിട്ട് നീ ഞങ്ങളെ പേടിപ്പിച്ചതാണല്ലേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കിഷോർ പറഞ്ഞു, അയ്യോ പ്ലീസ് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, എടാ നിനക്ക് ഞങ്ങളെ വെച്ച് അവിഹിത കഥ ഉണ്ടാക്കണം അല്ലേ? ഉണ്ടാക്കാടാ, അവിഹിത കഥ ഒത്തിരി ഉണ്ടാക്കാടാ. നീ എന്താ വിചാരിച്ചത്? ഞങ്ങളൊക്കെ വെറും മറ്റതാണെന്ന് വിചാരിച്ചോ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കിഷോറിനെ അജാസ് ഇടിച്ച് ഇട്ടു. പിന്നെ അവിടെ ഒരു ഇടിസീനും സ്റ്റണ്ടും ഒക്കെയാണ് കാണുന്നത്.
പിന്നെ കാണിക്കുന്ന താഴത്തെ സീനാണ് കേട്ടോ. നമ്മുടെ അവർണിക ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്താ പിടിച്ചോണ്ടിരിക്കുന്നത്? ഗീതുവിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പം ഗീതുവിനോടാണെങ്കിൽ വരുണ് എടി കിഷോർ എന്തിയടി എന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഗീതു പേടിച്ച് വരച്ച് അയ്യോ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ടിങ്. അപ്പോഴത്തേക്കാണ് മണ്ടേന്നൊരു ബഹളവും ഒരാളിങ്ങനെ സ്റ്റെപ്പിൽ കൂടെ ഉരുണ്ട് വരുന്നത്. ആരാ ഉരുണ്ട് വരുന്നത്? നമ്മുടെ കിഷോർ. അത് കണ്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുവർണയും അതുപോലെ വരുണും കൂടെ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മുടെ കിഷോറിൻ്റെ പുറകെ അവർണികേനെ കണ്ടതും ഇവർക്ക് കാര്യം പിടികിട്ടി. വേറൊന്നുമല്ല പിടികിട്ടിയത്. അപ്പോഴത്തേക്കും അവർണിക ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് നേരെ അവർണികയോട് ചെന്ന് വരുൺ പറഞ്ഞു, ഇതേ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ എന്തിനാ വന്നതെന്നറിയാമോ? അവർണികയ്ക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ദേ ഇവള് വിളിച്ചു വരുത്തിയതാ ഇവനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഗീതു അയ്യോ എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല, പ്ലീസ് അവർണിക ഒന്ന് വിശ്വസിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വരുൺ പറഞ്ഞു, ഏതായാലും ഇതിച്ചിരി ക്രൂരമായിപ്പോയി അവർണികെ ഇവനെ എന്തിനാ ഇടിച്ചിങ്ങനെ ചതച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ അവർണിക പറഞ്ഞു, ഇവനുള്ള ഡോസ് കൊടുത്തത് ഞാനല്ല, അതെ അതിന് വേറെ ഹീറോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആരാ ഇറങ്ങി വരുന്നത്? ഗോവിന്ദും അതുപോലെ തന്നെ അജാസും കൂടെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അജാസും ഗോവിന്ദും കൂടെ ഇറങ്ങി വരുന്നത് കണ്ടതും ഒന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ സുവർണയും അതുപോലെ തന്നെ വരുണും. അങ്ങനെ പിന്നെ മൊത്തം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു നമ്മുടെ ഗീതുവിൻ്റെ ആ ഒരു പ്ലാന്, ഗീതുവിൻ്റെ അവർണികയുടെയും ആ ഒരു പ്ലാന് അത് വിജയകരമായി. അതിൻ്റെ ആ ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ വന്നതും വരുണ് അത് ഞാൻ ഗോവിന്ദേട്ടനെ എത്ര തവണ വിളിച്ചു, അവർണികേനെയും കൂട്ടി മുഹൂർത്ത സമയത്തല്ല പറ്റിയ സമയത്ത് തന്നെ വന്നല്ലോ, രണ്ടുപേരെയും കൂടി ഞാൻ കൈയോടെ തെളിവ് സഹിതം പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരൊറ്റ അടിയായിരുന്നു വരുണിട്ട് നമ്മുടെ ഗോവിന്ദ് കൊടുത്തത്. ആ അടിയിൽ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ വരുണിന് മനസ്സിലായി. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറഞ്ഞു, അതെന്തിനാ എന്നെ ഗോവിന്ദേട്ടൻ തല്ലിയത്? എനിക്കിട്ടല്ലതേ ഇവക്കിട്ട കൊടുക്കേണ്ടത്, ഇവളാ ഗോവിന്ദേട്ടനെ വഞ്ചിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വഞ്ചിച്ചത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ കൂടുതലൊന്നും വിസ്തരിക്കേണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വരുൺ പറഞ്ഞു, ഏട്ടാ ഗീതുവും കിഷോറും കൂടെ ചേർന്ന് ഏട്ടനോട് എന്താ പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇവർ വിശ്വസിക്കരുത്, ഇവരൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇവരുടെ അവിഹിതം ഞാൻ കയ്യോടെ കണ്ടുപിടിച്ചപ്പം ഇവർ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ഏട്ടൻ വിശ്വസിക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് കയറി കോളർ പിടിച്ചു കേട്ടോ നമ്മുടെ വരുൺ. അപ്പോഴത്തേക്കും കിഷോർ പറഞ്ഞു, നിനക്ക് വേണ്ടി അധ്വാനിച്ച് പലതും ഉണ്ടാക്കി തന്ന കയ്യായത്, ഇതും കൊണ്ട് നിനക്കുള്ള ക്രിയയും കർമ്മങ്ങളും എന്നെക്കൊണ്ട് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം വരുണിൻ്റെ കാര്യം പിടികിട്ടിട്ടോ, എല്ലാം തന്നെ നമ്മുടെ ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഗീതു പറഞ്ഞു, വരുണേട്ടാ എനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചന ആദ്യം അറിഞ്ഞത് കണ്ണേട്ടൻ തന്നെയാ, ഞാനല്ല കേട്ടോ. നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നും ഒരാളെ പൊട്ടനാക്കാൻ പറ്റുമെന്നോ? ഒരിക്കലും ഒരാളെ എന്നും പൊട്ടനാക്കാൻ പറ്റില്ല. ഈ ഒരു സ്ഥലത്ത് ഈ പ്ലാനെല്ലാം നിങ്ങൾ തുടങ്ങിയപ്പം ഇത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്തതും ആരാ? അതും ഗോവിന്ദേട്ടൻ തന്നെയാണ്. പലതും നിങ്ങൾ മറന്നുപോയി. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ വെറും പൊട്ടന്മാരായിപ്പോയി, പൊട്ടന്മാർ. ഞങ്ങളും ഒരു കളി കളിച്ചു, നിങ്ങളതിൽ വന്ന് വീണു, അത് ഞങ്ങളുടെ മിടുക്ക് എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ഒരാൾ കൂടി വരാനുണ്ട് കേട്ടോ. അതാരാണെന്നറിയാമോ? ഒന്നാം പ്രതിയായ രാധികാമ്മയും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനൊന്നുമില്ലല്ലോ, അല്ലോ അവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വായെടുത്തതും നമ്മുടെ രാധികാമ്മ വന്നിറങ്ങി. വളരെ പ്രതീക്ഷയോടുകൂടി വരുണിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ രാധികാമ്മ ഇറങ്ങി വരുന്നത്. അങ്ങനെ രാധികാമ്മ വന്നതും അവിടെ നമ്മുടെ ഗോവിന്ദൻ നിൽപ്പുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. അപ്പം ഗോവിന്ദനെ കണ്ടതും, മോനെ നിനക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ലേ, ഇവള് വിളിച്ചു വരുത്തിയതാ ഇവനെ, ഇവിടെ പല പല പ്രശ്നങ്ങളുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവർണിക കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു കേട്ടോ. കാര്യങ്ങൾ വിവരിച്ചപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ രാധികയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. കാരണം എല്ലാ സത്യങ്ങളും തെളിഞ്ഞു എന്ന് ഏകദേശം പിടികിട്ടി. ഏതായാലും രാധികാമ്മ അവിടെയും പതറിയില്ല, ഒരു ചിരിയോടുകൂടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അവർണിക പറഞ്ഞു, ഭർത്താവുള്ളപ്പം ഭാര്യ കാമുകനുമായിട്ട് അഴിഞ്ഞാടി നടന്നു എന്ന ആ ചീത്തപ്പേര് ജീവിതകാലം ഇവക്ക് വന്നേനെ, അതൊരിക്കലും മാഞ്ഞു പോവില്ലായിരുന്നു, പിന്നെ അത് പ്രതിധ്വനിച്ച് നിന്നേനെ. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, ഇതൊക്കെ ശരിയല്ലേ, എന്ത് ശിക്ഷയാണ് കണ്ണേട്ടൻ കൊടുക്കുന്നത്, ഇതിനെല്ലാം കൂട്ടുനിന്ന് രാധികയ്ക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രാധിക പറഞ്ഞു, അത് കണ്ണ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? 100% കറക്റ്റായിരുന്നു.
അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു, ഗീതു നീയുമായിട്ട് ഈ ഒരു ബന്ധമുണ്ടെന്ന് അമ്മേനെയും കിഷോറിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാന്നറിയാമോ? കിഷോറിനെയല്ല, വരുണിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണെന്നറിയാമോ? കിഷോറായിരുന്നു. അതുകൊണ്ട് ഇവർ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗീതു, കിഷോറിനെ കൊണ്ട് ഈ ഇല്ലാക്കഥയൊക്കെ ഉണ്ടാക്കിയത് ഇവരാ കണ്ണേട്ടാ. എൻ്റെ പൊന്ന് ഗീതു, നിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള സമയമായി. ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എന്നെ രാധികാമ്മ വിളിച്ച് എല്ലാം പറഞ്ഞിരുന്നു. ഇതില എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രാധികാമ്മ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ രാധികാമ്മ ഇതെല്ലാം മുൻകൂട്ടി വെൽ പ്ലാൻ ആയിട്ട് തന്നെയാണ് ചെയ്തത്. ഇത് രാധികയുടെ വായിൽ നിന്ന് തന്നെ, രാധികയുടെ അല്ലാട്ടോ, നമ്മുടെ കാഞ്ചനയുടെ വായിൽ നിന്നാട്ടോ വീണത്. ഇത് കാഞ്ചനയുടെ വായിൽ നിന്നാണ് വീണത്. അപ്പം വേറൊന്നുമല്ല, ഇന്ന് ഫോൺ വിളിച്ച് ഗീതു പാപ്പയും ഗോവിന്ദൻ മാമനും ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഏകദേശം രാധികാമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. അങ്ങനെയാണ് രാധികാമ്മ നമ്മുടെ ഗോവിന്ദനെ വിളിച്ച് സത്യത്തിൽ മുൻകൂർ ജാമ്യമായിട്ട് ഇതെല്ലാം പറയുകയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ഗോവിന്ദനെ രാധികാമ്മ വിളിക്കുന്നത്. ഏതായാലും കോള് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫോണൊന്നും നമ്മുടെ ഗോവിന്ദ് എടുത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സീനാണ്, ആ ഒരു കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാധികാമ്മ ഈ വിവരങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് അറിയുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത്. ഏതായാലും വൻപൻ ടിസ്റ്റോട് കൂടി കാത്തിരുന്നതായിരുന്നു. പക്ഷേ എല്ലാം കുളമായി കൈ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. കാരണം ഒത്തിരി നാളത്തെ കാത്തിരിപ്പായിരുന്നു. സത്യങ്ങളൊക്കെ തെളിയുന്നു, പക്ഷേ സത്യമൊന്നും തെളിഞ്ഞിട്ടില്ല. നമ്മുടെ രാധികാമ്മ ഇപ്പോഴും പുണ്യവതി തന്നെയാണ്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.